ഹലോ, മോണ്ടി തേഴ്സ്ഡേ ആയിട്ട് നമുക്കൊന്നൊരു പെസഹ അപ്പം തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് പച്ചരി, ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഉഴുന്നും ഒരു 2 to 3 hours സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനോടൊപ്പം 1 ഗ്ലാസ് കരിക്കിൻ വെള്ളത്തിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ആക്കി വെക്കാം. റൈസ് സോക്കായി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരിയും അതിനോടൊപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കരിക്കിൻ വെള്ളവും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതോട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഓവർനൈറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. രാവിലെ ആകുമ്പോഴേക്കും മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഫ്ലേവറിനായിട്ട് 1-2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച മിക്സ് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് കംപ്ലീറ്റ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് 15 മിനിറ്റ് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇന്നത്തെ ഈ പെസഹ ദിനത്തിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.